പ്രകൃതി എത്ര മനോഹരമാണ്. ഓരോ പദവും പരസ്പരം ചേർന്നാൽ മാത്രം പൂർണ്ണമാകുന്ന കവിത പോലെ. നീയില്ലെങ്കിൽ ഞാനില്ല എന്ന തിരിച്ചറിവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് പ്രകൃതിയിലേക്കാണ്. ദൈവം ഒരു ചിത്രകാരനെ പോലെയാവും ഭൂമിയെ സൃഷ്ടിച്ചത്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ നിറച്ചാർത്തിന് ശേഷവും അവൻ അതിനെ ആസ്വദിക്കുന്നത്. ഹാ, എത്ര മനോഹരം എന്ന് പറഞ്ഞ് ആനന്ദിക്കുന്നത്. എങ്കിലും തൃപ്തനാകാതെ ഏറെ വ്യസനിക്കുന്നത്. ഒടുവിൽ ആ ചിത്രത്തിനടിയിൽ തൻ്റെ കയ്യൊപ്പുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് പൂർണ്ണതയിൽ നിർവൃതി കൊള്ളുന്നത്. ഭൂമി എന്ന ഈ അതുല്യ സൃഷ്ടിയിൽ തന്നെ അന്നവും ഔഷധവും ആനന്ദവും അവൻ മനുഷ്യനായി ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ തേടിയുള്ള ഓരോ യാത്രയും നമ്മുടെ തൊടിയിൽ തന്നെ അവസാനിക്കുമെന്നതാണ് സത്യം. നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള തൊടിയിലെ സൗഖ്യത്തെ തിരിച്ചറിയുവാൻ നമുക്കും ശ്രമിക്കാം. തൊടിയിലെ സൗഖ്യം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യൻ തനിക്കായി പ്രകാശിക്കുന്നില്ല, പുഴ അതിൻ്റെ വെള്ളം കുടിക്കുന്നില്ല, വൃക്ഷങ്ങൾ അതിൻ്റെ ഫലം ഭക്ഷിക്കുന്നില്ല, പൂക്കൾ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നില്ല. എല്ലാം മറ്റുള്ളവർക്കായി ജീവിക്കുന്നു. നാം ആരും നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇതാണ് പ്രകൃതിയുടെ നിയമം. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്കറിയാം, ധാരാളം ചെടികളുണ്ട്, വൃക്ഷങ്ങളുണ്ട്, വള്ളികളുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, എല്ലാത്തരം ചെടികളുമുണ്ട്. ഇവയോരോന്നും അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കായി പങ്കുവെച്ചുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകുന്നത്, സന്തോഷപ്രദമാകുന്നത് മറ്റുള്ളവർക്കായി ജീവിക്കുമ്പോഴാണ്. അത് കൂടുതൽ ധന്യമാവുക എപ്പോഴാണ്? നമ്മളെപ്പോൾ മറ്റുള്ളവർക്കായി പൂർണ്ണമായും വ്യയം ചെയ്യപ്പെടുന്നോ അപ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങൾ തീർച്ചയായും ധന്യമായി തീരുക. ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കായി ദൈവം കരുതി വെച്ച അക്ഷയനിധികളാണ് ഓരോ ചെടികളും. ദൈവത്തിൻ്റെ വലിയ പരിപാലനയാൽ, ദൈവത്തെ നമ്മളുടെ സ്നേഹത്താൽ നമുക്കായി ഒരുക്കി വെച്ച ഓരോ കൊച്ചു കൊച്ചു ചെടികളെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ആവണക്ക് ആണ്. വെളുത്ത ആവണക്കാണ് നമ്മൾ സാധാരണഗതിയിൽ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആവണക്ക് ഏകദേശം കപ്പയുടെ ഇല പോലെ കാണപ്പെടുന്നൊരു ഇലയാണ്. ഹസ്താകാരമാണെന്ന് പറയാം. 5-6 മുനകളായിട്ടിങ്ങനെ വളർന്നു വരുന്നുണ്ടാവും അതിൻ്റെ ഇല. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗം നല്ല പച്ചയാണ്, അടിഭാഗം കുറച്ച് ലൈറ്റ് പച്ച കളർ വരിക. തണ്ടിനധികം ഉറപ്പില്ല, പൊള്ളയായ തണ്ടാണ്. സാധാരണഗതിയിൽ റോഡ് വക്കത്തും നമ്മളൊന്നും ചെയ്യാത്ത, അതായത് വെറുതെ കിടക്കുന്ന തരിശ് നിലങ്ങളിലൊക്കെ അത് ധാരാളം ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ വിത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഔഷധമായിട്ട്. അതിൻ്റെ വിത്തിൽ നിന്നാണ് ആവണക്കെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ നമ്മളതിൻ്റെ വേര് ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലകളും ധാരാളമായിട്ട് നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഏതൊരു കൊച്ചു ചെടിയാണെങ്കിലും നമ്മൾ ഇതുവരെയും ഒരു ഉപകാരവും ഇല്ല എന്ന് വിചാരിച്ചതാണെങ്കിൽ പോലും അതിലും ദൈവം പല കാര്യങ്ങളും ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ഇതിനെ ഒരു വേദനാഹര ഔഷധമായിട്ട്, അതായത് വേദന കുറയ്ക്കുന്ന ഔഷധമായിട്ടാണ് പ്രധാനമായിട്ടും പറയുന്നത്. പ്രത്യേകിച്ചും നടുവേദനയ്ക്ക് അല്ലെങ്കിൽ മറ്റ് ജോയിൻസിൻ്റെ പെയിനൊക്കെയുള്ള വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമായിട്ടാണ് ആയുർവേദം തന്നെ പരിചയപ്പെടുത്തുന്നത്. തന്നെ ധാരാളമായിട്ടും ഉപയോഗിക്കുന്നൊരു ഔഷധമാണ്.
നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, വീട്ടിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ആർക്കെങ്കിലുമൊക്കെ കോൺസ്റ്റിപ്പേഷൻ വന്നു. അപ്പോൾ എന്താ കൊടുക്കുക? ആവണക്കെണ്ണ, അല്ലെ ശുദ്ധി ചെയ്ത ആവണക്കെണ്ണയാണ് നമ്മൾ കൊടുക്കുന്നത്. ആയുർവേദത്തിൽ തന്നെ ഗന്ധർവ ഹസ്താദി തൈലം എന്ന് പറയും. അത് എല്ലാ ആയുർവേദ കടകളിലും അവൈലബിൾ ആണ്. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ചെടി ഒന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. സിമ്പിളായിട്ടൊരു ചെടിയാണ്, സാധാരണ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ വെള്ള കളറുള്ള ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. ഒരു ബ്രൗൺ കളറുള്ളതുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോഴും വെളുത്ത ആവണക്കാണ്. കഷായങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ വേരാണ് നമ്മൾ ഔഷധമായിട്ട് കഷായങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്കിന്നും ചെടി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആവണക്കിൻ്റെ ചെടി. ഇലകൾ ഞാൻ പറഞ്ഞ ഹസ്താകാരമാണ്. ഇങ്ങനെ പല കുനുകുനുപ്പായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അറ്റമാണ് സെറേറ്റാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെറിയ ചെറിയ മുള്ളുകൾ പോലെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇലയും ഓരോന്നോരോന്നായിട്ട് ഇല നിൽക്കുക. കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് വശത്തേക്കുമല്ല, ഓരോരോ ഇലകളായിട്ടാണ് വരിക. ഇതിൻ്റെ ഓരോ ഇലയുടെ കഷത്തിൽ നിന്നാണ് പൂങ്കുലകൾ വരുന്നത്. പൂങ്കുല വന്ന് അതിലിങ്ങനെ കായകളുണ്ടാകും. നമ്മുടെ റബ്ബർ കായൊക്കെ മാതിരിക്കും കായ. അത് മൂത്ത് കഴിയുമ്പം പൊട്ടിത്തെറിക്കും. അതിനുള്ളിൽ ചെറിയ കായ വരും. ഒരു ചാര നിറമുള്ള കായാണ്. അതിൽ ചെറിയ കുത്തുകളുണ്ടാകും, കറുത്ത ചെറിയ കുത്തുകളുണ്ടാകും. അതാണ് എൻ്റെ വിത്ത്. ഇത് ആട്ടിയാണ് നമ്മൾ ഇതിൻ്റെ എണ്ണ എടുക്കുന്നത്. ദ്വിലിംഗ പുഷ്പിയാണ്. എൻ്റെ ആൺപുഷ്പവും പെൺപുഷ്പവും ഒരേ ഇതിൽ തന്നെ ഉണ്ടാവും. അതിൽ തന്നെയാണ് കായ ഉണ്ടാകുന്നത്. അതുപോലെ ഇതിൻ്റെ കുരുന്നാണെങ്കിലും നമ്മൾ പല ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കുരുന്നുകൾ പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തത്തിനൊക്കെ നമ്മൾ ഔഷധമായിട്ട് കുരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ തണ്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ തണ്ട് പൊള്ളയാണ്, തീരെ കട്ടിയില്ല, പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകും. കുറച്ച് വലിയ മരമാണെങ്കിൽ നമുക്ക് കയറാനൊന്നും പറ്റില്ല, പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം വരെ നിലനിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ട് കേട് വന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമുക്ക് ഔഷധത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെടി പോകുന്നതിന് മുമ്പ് തന്നെ അടുത്ത ചെടി വളർത്തിക്കൊണ്ട് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഇതിന് അടിഭാഗം ചെറിയ ലൈറ്റ് പച്ചയാണ്. അതുപോലെ ഈ തണ്ടിനാണ് വെളുപ്പ് കളറാണ്. ഒരു ചെറിയ ചാരം പൂശിയ മരി, തൊട്ട് നോക്കിയാൽ അറിയാം, ചാരം പൂശിയ മരി കയ്യിലേക്ക് വരും. അതാണ് ഇതിന് വെളുത്ത ആവണക്കെന്ന് പറയുന്നത്. മറ്റേതിൻ്റെ ഈ തണ്ടുകൾക്കൊരു ചെറിയ ബ്രൗൺ കളറാണ്. അതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന് ഈ പറഞ്ഞ ഔഷധ ഗുണങ്ങൾ കുറവാണ്. നമ്മൾ എപ്പോഴും ഇത് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വെളുത്ത ആവണക്കാണ്. ഓക്കെ, ഇനി നമുക്കിതെന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും നോക്കാം. ആദ്യമായിട്ട് തന്നെ ഇതിപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ഒരു വേദന വന്നു, ശരീരം ആസകലം വേദനയാണ്, പ്രത്യേകിച്ചൊരു കാരണമില്ല, ചെറിയൊരു നീർക്കെട്ട് പോലെ തോന്നുന്നുണ്ട്, ശരീരം മുഴുവൻ വേദനയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം ഈ ചപ്പ് കൂട്ടിപ്പിടിച്ച് ദേഹത്ത് പിടിച്ച് കുളിക്കുക. പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. ശരീരത്തിലുണ്ടാകുന്ന വേദനകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ മുട്ടിനൊക്കെ വേദനയാണെന്ന് വിചാരിച്ചു, ഈ ഇല പതിയെ ഒന്ന് ഇത്തിരി എണ്ണ പുരട്ടി കൊടുക്കുക. വാതകരമായിട്ടുള്ള ഏതെങ്കിലും തൈലം പുരട്ടിയിട്ട് ചട്ടി വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഒരു തീ കാണിച്ചത് പെട്ടെന്ന് വാടിക്കിട്ടും. എന്നിട്ടത് മുട്ടിൻ്റെ ഭാഗത്തിലെ വേദനയുള്ള ഭാഗത്ത് പൊതിഞ്ഞ് വെച്ചിട്ട് കെട്ടി വയ്ക്കുക. 2-3 ഇല ഇങ്ങനെ, പ്രത്യേകിച്ച് മുട്ടിനൊക്കെയാണെങ്കിൽ നമുക്കിങ്ങനെ കവർ ചെയ്ത് വയ്ക്കാൻ പറ്റും. കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അഴിച്ച് കളയുക. ഇങ്ങനെ 2-3 ദിവസം ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു നീർക്കെട്ടും വേദനയൊക്കെ മാറാണ്ട് സഹായിക്കും. അതുപോലെ ഇപ്പം പ്രത്യേകിച്ച് ക്രോഷ്ടിക ശീർഷം, അതായത് മുട്ടിന് പ്രത്യേകിച്ച് വേദന എന്ന് വിചാരിച്ചു, ഒരു മുട്ടിന് മാത്രം നീര് വരും, വേദന വരും, പെരുമുട്ട് വാദം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഇതിൻ്റെ കുരു എടുത്തിട്ട് അത് പാലിൽ പുഴുങ്ങി പേസ്റ്റ് ആക്കിയിട്ട് മുട്ടിന് അപ്ലൈ ചെയ്യുക. ഒരു തുണി കൊണ്ട് കെട്ടി വെച്ച് കൊടുക്കുക. അതൊരു 3-4 മണിക്കൂർ സമയം കെട്ടി വെച്ചേക്കുക. അതിനുശേഷം അഴിച്ച് കളയുക. ഒരു 3-4 ദിവസങ്ങൾ ചെയ്യുമ്പോഴേക്കും മുട്ടിൻ്റെ വേദനയൊക്കെ ആശ്വാസം കിട്ടും. അത് തേയ്മാനത്തിൻ്റെ വേദനയെ കുറയില്ല, പക്ഷേ എങ്കിലും ആ നീര് കുറയാനായിട്ടും ആ വലിയ വേദന കുറയാനായിട്ടും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മളിത് നടുവേദനയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. നടുവേദനയ്ക്ക് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കരിനൊച്ചിയുടെ നീരെടുക്കുക. കരിനൊച്ചി ഒരു ഔഷധ ചെടിയാണ്. അത് പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. കരിനൊച്ചി, ആ കരിനൊച്ചി ഇല എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീര് ഒരു 50 മില്ലി എടുക്കുക. പ്രത്യേകിച്ചും ഒരു വയറ് സ്തംഭനത്തോടെ, അതായത് കോൺസ്റ്റിപ്പേഷനോട് കൂടിയ നടുവേദനയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് പറയുന്നത്. ഒരു 50 മില്ലി കരിനൊച്ചി നീരെടുത്തിട്ട് അതിലേക്കൊരു 20 മില്ലി അല്ലെങ്കിൽ 25 മില്ലി വരെ ഔൺസ്, അതായത് 1 ഔൺസ് വരെ ഗന്ധർവസ്ഥായി തൈലം, അതായത് ആവണക്കെണ്ണ, ശുദ്ധി ചെയ്ത ആവണക്കെണ്ണ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് വയറ്റിൽ നിന്ന് മല ഇളകിപ്പോവും. അത് കഴിയുമ്പോൾ തന്നെ ആശ്വാസമാകും. അങ്ങനെ ഒരു 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുക. പിന്നെ ആഴ്ച ഒന്നൊക്കെ ചെയ്ത് നല്ല ആശ്വാസം കിട്ടും.
അതുപോലെ ഇത് ഗൃദ്രസി എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അതായത് നടുവിൽ ഡിസ്കിന് ചെറിയ പ്രശ്നം വന്നിട്ട് നടുവിൽ നിന്ന് കാലിലേക്ക് വന്ന് ഞരമ്പിന് ബുദ്ധിമുട്ട് വന്നിട്ട് കാലിലേക്ക് വേദന ഇറങ്ങുന്ന അവസ്ഥയാണ്. അപ്പം തരിപ്പും വേദനയും നടക്കാൻ ബുദ്ധിമുട്ടും ഒക്കെ വരും. ആ അവസ്ഥയിലും ഇത് വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എപ്പോഴും തന്നെ വേദന വരുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് വാദം കൂടുതലാകുമ്പോഴാണ്. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം, പ്രായം കൂടുമ്പോൾ നമുക്ക് ശരീരത്തിലെ വാദത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വേദനകൾ കൂടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാദത്തിൻ്റെ അവസ്ഥ കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വാദവും പിത്തവും കഫവും ഉണ്ട്. ഇത് മൂന്നും നമുക്ക് ആവശ്യമാണ്, നോർമലായിട്ട് നിൽക്കണം. അത് ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് രോഗമായിട്ട് മാറുന്നത്. പ്രത്യേകിച്ചും പ്രായമായി കഴിയുമ്പോഴേക്കും നമുക്ക് എപ്പോഴും കൂടുന്ന വാദമാണ്. അതുപോലെ തന്നെ തണുപ്പുള്ള കാലാവസ്ഥയിൽ മഴക്കാലത്തൊക്കെ വാദം നോർമലായിട്ട് തന്നെ കൂടുതലായിട്ട് വരും. അപ്പം ഇങ്ങനത്തെയുള്ള കണ്ടീഷൻസിൽ ഇത് ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ആശ്വാസം തരും. സംസ്കൃതത്തിൽ തന്നെ ഇതിനാണൊരു വാതാരി എന്ന് പേര് പറയുന്നുണ്ട്. അതായത് വാദത്തെ ഹനിക്കുന്നത്, വാദത്തെ കുറയ്ക്കുന്നത് എന്നൊരു പേര് തന്നെ ആവണക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് അത്രമാത്രം ഇതിന് വാദത്തെ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. അതുപോലെ ഇത് മറ്റ് പല രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ചും ഇതിൻ്റെ കൂമ്പ് അരച്ച് അതിൻ്റെ കൂടെ മറ്റ് കുറച്ച് മരുന്നുകളൊക്കെ ജീരകമൊക്കെ ചേർത്തിട്ട് നമ്മൾ മഞ്ഞപ്പിത്തത്തിന് ഔഷധമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ മഞ്ഞപ്പിത്തം മാറാണ്ട് സഹായിക്കും. അതൊക്കെ ചെയ്യുമ്പോൾ ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ ചെയ്യണം. അതുകൊണ്ടാണ് എന്താ മരുന്ന് കൃത്യം ഞാൻ പറയാത്തത്. കാരണം ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാം. പക്ഷെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇത് നമുക്ക് ഉപയോഗം ഉണ്ടെന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അമ്മയ്ക്ക് പാലുണ്ടാവില്ല, കുഞ്ഞിന് കുടിക്കാൻ ആവശ്യമുള്ള പാലില്ലാത്ത അവസ്ഥ വരും. അങ്ങനെയുള്ളപ്പോൾ ഈ ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് 50 മില്ലി 2 നേരം കൊടുക്കുക. ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് 50 മില്ലി രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വരെ കൊടുക്കുക. ഒപ്പം തന്നെ തീർത്തും പാല് കുറവാണെങ്കിൽ ഈ ഇല വാട്ടിയിട്ട് സ്ഥലങ്ങളിൽ വെച്ച് കിട്ടുന്നത് നല്ലതാണ്. അതും പെട്ടെന്ന് തന്നെ പാലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ഇല വാട്ടിപ്പിഴിയാൻ ചിലപ്പോൾ നമുക്ക് അധികം വാട്ടിപ്പോയാൽ അതിൻ്റെ സത്തുകൾ നമുക്ക് വേണ്ടതും കിട്ടില്ല. അങ്ങനെ നമുക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇല ജസ്റ്റ് ഒരു ചെറു ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ എടുക്കാം. എന്നിട്ട് ഞരടി പിഴിഞ്ഞ് ജസ്റ്റ് എടുത്താൽ മതി. അതും ആ നീര് കൊടുത്താലും മതി. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 2 ഇല പറിച്ചിട്ട് വെക്കുക. എന്നിട്ട് രാത്രി മുഴുവൻ ഇട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് കൊടുക്കുക. പിന്നെ രാവിലെ വീണ്ടും ഇട്ട് വയ്ക്കുക. അത് വൈകുന്നേരം കൊടുക്കുക. അങ്ങനെ ഒരു 4-5 ദിവസം കൊടുക്കുമ്പോഴേക്കും അത് മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ ചിലപ്പോൾ കണ്ണിൽ പെട്ടെന്ന് ചുവപ്പ് നിറം വന്നു, അലർജി പോലെ വന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പം ശുദ്ധമായ ഗന്ധർവസ്ഥായി തൈലം, അതായത് ആവണക്കെണ്ണ 1-2 തുള്ളി കണ്ണിലുറ്റിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. ഒഴിക്കുന്ന സമയത്ത് ഒരു എണ്ണയായതുകൊണ്ട് നമുക്ക് കുറച്ച് കരുകരുപ്പ് വരും. ഒരു 10 മിനിറ്റ് സമയത്തേക്ക് നല്ല അസ്വസ്ഥത വരും. അത് കഴിയുമ്പോഴേക്കും നന്നായി കണ്ണ് കഴുകി കളയുക. വെറുതെ വെള്ളത്തിൽ നമ്മളിങ്ങനെ ടാപ്പ് വെള്ളത്തിൽ കഴുകിയാൽ മതി. അങ്ങനെ കഴുകി കഴിയുമ്പോൾ ആശ്വാസമാകും. ഒരു 2 നേരം അല്ലെങ്കിൽ 3 നേരമൊക്കെ ഒഴിച്ചാൽ മതി. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ സാധാരണ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ചെറിയ സ്ഥലങ്ങളിൽ നീരും വേദനയും വല്ലാത്തതിനെ പാല് കെട്ടി നിന്നിട്ടൊക്കെ അസ്വസ്ഥത വരാറില്ല. പ്രത്യേകിച്ചും പ്രസവിച്ച ഉടനെ പാല് വേണ്ടതും കുഞ്ഞ് കുടിക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇത് ഈ ആവണക്കിൻ്റെ കുരു പാലിൽ അരച്ച് തന്നെ സ്ഥലങ്ങളിൽ പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളയുക. അത് പെട്ടെന്ന് തന്നെ ആ വേദന നീരുമൊക്കെ കുറയാനായിട്ട് സഹായിക്കും. നമുക്കറിയാം ചിലപ്പം കുറച്ച് പ്രായമൊക്കെ ആയവർക്ക് മലവും മൂത്രമൊന്നും വേണ്ട വിധം പോകാതിരിക്കും അല്ലേ? എന്തൊക്കെ മരുന്ന് കൊടുത്താലും വേണ്ട വിധം മലം പോകുകയില്ല, മൂത്രം പോകുകയില്ല. അതിനുശേഷം ഭയങ്കര വയറിന് അസ്വസ്ഥത. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ആവണക്കിൻ്റെ വേര് കഷായം വയ്ക്കുക. ഒരു 50 ഗ്രാം ആവണക്കിൻ്റെ വേരെടുത്ത് അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 ഗ്ലാസ് ആക്കി വറ്റിക്കുക. അത് 50 മില്ലി വീതം 2 നേരമായിട്ട് കൊടുക്കാം. അത് കൊടുക്കുമ്പം ചൂടോടുകൂടി കൊടുക്കണം. അതിൽ കുറച്ച് വെണ്ണ, ജസ്റ്റ് 1 സ്പൂൺ മതി വെണ്ണയായിട്ട്. ഒരു തീരെ ഇങ്ങനെ ഓയിലി ഒട്ടും പറ്റാത്തവരൊക്കെയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മതി, ഇല്ലെങ്കിൽ ഒരു 1 ടീസ്പൂൺ വരെ കൊടുക്കാം. വെണ്ണ ചേർത്തിട്ട് 2 നേരമായിട്ട് കൊടുക്കുക. അപ്പം പ്രോപ്പറായിട്ട് മലവും മൂത്രമൊക്കെ പോകാനായിട്ട് സഹായിക്കും. അത് ആർക്കും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും പ്രായമായവരിൽ ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ചിലപ്പോൾ ചെറിയ വെയിൽ കൊണ്ടാൽ മതി, കാലാവസ്ഥ ചെറിയ വ്യതിയാനം വന്നാൽ മതി, അപ്പോഴേക്കും ചെന്നിക്കുത്ത്, അതായത് ഒരു സൈഡ് മാത്രം തലവേദന വരുന്നു, കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, ചിലപ്പോൾ ഛർദ്ദിക്കാൻ നോസിയ മാത്രമേ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ അസ്വസ്ഥത വരാറുണ്ട്. ഇങ്ങനെയുള്ളവർ ഇതിൻ്റെ വേരിൻ്റെ ചൂർണം, അതായത് ആവണക്കിൻ്റെ വേര് ഉണങ്ങി പൊടിച്ച പൊടി 5 ഗ്രാം വീതം 2 നേരമായിട്ട് കഴിക്കുക. ഇച്ചിരി വെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ മതി. ഒരാഴ്ച അടുപ്പിച്ച് കഴിക്കുക. പിന്നെ 1-2 ആഴ്ച വെയിറ്റ് ചെയ്യുക. വീണ്ടും തലവേദന വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാഴ്ച കൂടെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 90% പേർക്കും ചെന്നിക്കുത്ത് മാറിക്കിട്ടും. പിന്നെ വേറൊന്നും ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ചെന്നിക്കുത്ത് വരുന്ന സ്ട്രെസ്സ് കൊണ്ടായിരിക്കും, നമുക്ക് ടെൻഷനൊക്കെ അധികമായിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് മാറ്റാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ഇത് വിരേചനത്തിനായിട്ട്, അതായത് മലശോധന നമുക്ക് ആഴ്ചയൊന്ന് അല്ലെങ്കിൽ മാസത്തിലൊന്നൊക്കെ ഒന്ന് വയറ്റിന്ന് ഒഴിപ്പിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും. കാരണം നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും മെയിനായിട്ടുള്ള കാരണം എവിടെ നിന്ന് ആരംഭിക്കുന്നത്? നമ്മുടെ വയറിൽ നിന്നാണ്. നമ്മുടെ ദഹനം കറക്റ്റ് ആകാതിരിക്കുക, വേണ്ട വിധം പ്രോപ്പറായിട്ട് ഇവാക്യുവേഷൻ, അതായത് മലം പുറത്ത് പോകാതിരിക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഓരോരോ അസുഖങ്ങളായിട്ട് വന്ന് നമ്മുടെ ശരീരത്തിൽ മറ്റ് അസ്വസ്ഥതകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനൊരു കണ്ടീഷൻസിൽ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് വയറൊക്കെ ഇളക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ അപായമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിരേചന ഔഷധമാണ് ഈ ആവണക്കെണ്ണ. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതി. രാവിലെ കൊടുക്കുക, മീതെ വെച്ച് ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക. വലിയവർക്കൊരു 8-10 വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 5 മില്ലി വരെ കൊടുക്കുക. മുതിർന്നവർക്ക്, അതായത് പ്രായമുള്ളവർക്ക് നമുക്കൊരു 15-20 മില്ലി വരെ കൊടുക്കാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ, അതായത് സ്ഥിരമായിട്ട് വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരു 50 മില്ലി വരെ നമുക്ക് കൊടുക്കേണ്ടി വരും ആദ്യം കൊടുക്കുമ്പോൾ. പിന്നത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും ഡോസ് കുറച്ച് കൊടുക്കാൻ പറ്റും. പക്ഷേ എങ്ങനെയാണെങ്കിലും ഓവർഡോസ് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം കുറച്ച് ഡോസ് കൊടുത്തിട്ട് അത് പോരാന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത പ്രാവശ്യം കൂടുതൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ വരും. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ മരുന്ന് കൊടുത്തു, വയറ്റിന്ന് കുറച്ച് അധികമായിട്ട് മല ഇളകി ഇപ്പോൾ ക്ഷീണം വരുവാന്ന് കണ്ടെങ്കിൽ ഇത്തിരി കഞ്ഞി, ഒത്തിരി ചൂട് വേണ്ട, തണുത്ത കഞ്ഞിക്ക് അതിൽ കുറച്ച് തൈരോടി ഒഴിച്ച് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം 1-2 പ്രാവശ്യം വരെ കൂടെ പോകും, പിന്നെ നിന്നോളും, പ്രശ്നം വരില്ല. കാരണം ഇത് ഒരു ജീവൻ അപായം ഉണ്ടാക്കുന്ന വിരേചന ഔഷധിയല്ല, ശരിക്കും വളരെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അർശസ്, അതായത് വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അർശസ് ചെറുതായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്, ഇങ്ങനെയുള്ളവർ 2-3 ടീസ്പൂൺ ഗന്ധർവ്വസ്ഥായി തൈലം ആവണക്കെണ്ണ രാത്രി എല്ലാ ദിവസവും കുടിക്കുക കിടക്കാൻ നേരത്ത്. മീതെ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് കിടക്കുക. അപ്പം ഈസി ആയിട്ട് നോർമലായിട്ട് അത് മോഷൻ പോകാനായിട്ട് സഹായിക്കും. ചിലപ്പോൾ നമുക്കറിയാം വീട്ടിൽ വീട്ടിലും കിടന്നുറങ്ങിയാൽ ഇതിലേക്ക് പോയി ചെറിയ പ്രാണികളൊക്കെ ചെവി വന്ന് കയറും അല്ലേ, നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഇപ്പം ഈ വശത്ത് ചെവിയില വന്ന് കയറിയെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ചെരിഞ്ഞ് കിടന്നിട്ട് അതിലേക്ക് ചെറുതായിട്ട് 1-2 തുള്ളി ആവണക്കെണ്ണ ഉറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇതാക്കി കൊടുക്കുക. അപ്പോൾ അത് പുറത്തേക്ക് പോകുന്നോളും. ഇനി ആ ചെറിയ പ്രാണിയുടെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ചത്ത് പൊക്കോളും. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ എണ്ണ ക്ലീൻ ചെയ്യുമ്പോൾ അത് അതിനെ എടുത്ത് കളയാൻ പറ്റും, മറ്റു അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ നമുക്കറിയാം ചിലപ്പം പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ മൊത്തം അസ്വസ്ഥത, വേദനകൾ, വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും, ശരീരത്തിന് മുഴുവൻ വേദനയായിരിക്കും, വല്ലാത്ത അസ്വസ്ഥത ചിലവർക്കൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർ ആവണക്കിൻ്റെ വേരും ചുക്കും കുറുന്തോട്ടിയും കൂടെ കഷായം വയ്ക്കുക. ആവണക്കിൻ്റെ വേര്, ചുക്ക്, കുറുന്തോട്ടി ഇത് 3 കൂടെ ചേർത്ത് കഷായം വെച്ചിട്ട് രാവിലെയും വൈകുന്നേരവുമായിട്ട് കൊടുക്കുക. അതിൽ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. 2 നേരമായിട്ട് കൊടുത്താൽ മതി. ഒരു 2-3 ദിവസം കൊടുക്കുമ്പോഴേക്കും പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ഇത് അംഗമർദ്ദ പ്രശമനമാണ്. അതായത് രോഗങ്ങൾ, നമ്മുടെ അംഗങ്ങളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനായിട്ട് ബെസ്റ്റ് ഔഷധമാണ് ആവണക്കിൻ്റെ വേര് പ്രത്യേകിച്ചും. അപ്പം അതങ്ങനെ കഷായം വെച്ച് കൊടുത്തു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആശ്വാസമായിക്കൊള്ളും. അതുപോലെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നെയ്യുള്ള ആഹാരം അധികം കഴിച്ചു, അല്ലെങ്കിൽ എണ്ണ ചേർത്ത ആഹാരം അധികം കഴിച്ചു, അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ ഭയങ്കരമായിട്ട് ദഹനക്കേട് വരും, വയറ്റിൽ പോകില്ല, നമുക്ക് ദഹിക്കാനും പറ്റുന്നില്ല, വല്ലാത്ത അസ്വസ്ഥത വരും. അങ്ങനെയുള്ളപ്പം ഇത് ആവണക്കിൻ്റെ വേര് കഷായം വയ്ക്കുക. ചൂടോടുകൂടി ആവണക്കിൻ്റെ വേര് കഷായം വെച്ചത് 50 മില്ലി ഒരു 2-3 പ്രാവശ്യമായിട്ട് കുടിക്കുക. അപ്പോഴേക്കും നന്നായിട്ട് അത് ദഹിച്ച് ശോധനയൊക്കെ കിട്ടി വയറൊക്കെ സുഖമായിക്കൊള്ളും. അതുപോലെ ചിലപ്പം നമുക്കറിയാം ഇങ്ങനെ ത്വക്ക് രോഗങ്ങളൊക്കെ വന്നു, ചില വ്രണങ്ങളൊക്കെ വന്നു, ഉണങ്ങിയില പഴുത്ത് എപ്പോഴും നിൽക്കും. അങ്ങനെയുള്ള ഒരു പഴകിയ വ്രണം, പഴുപ്പോടുകൂടിയ വ്രണം, അത് ഉണങ്ങാൻ നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആവണക്കിൻ്റെ എണ്ണ എടുക്കുക. അത് നേരെ വൃത്തിയുള്ളൊരു തുണിയിലേക്ക് ആക്കിയിട്ട് ആ മുറിവിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. ഒരു 5-8 മണിക്കൂർ കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ ഡെയിലി അത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5-6 ദിവസം കൊണ്ട് ആ പഴുപ്പൊക്കെ കുറഞ്ഞ് ഗ്രാജുവലായിട്ടത് ഉണങ്ങി വരും. അതായത് നമ്മുടെ നല്ല ടിഷ്യൂസ്, ഗ്രാനുലേഷൻ ടിഷ്യൂസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഹീലാവാൻ സഹായിക്കും. എത്രമാത്രം പഴക്കം ഉണ്ടെന്നനുസരിച്ച് സമയം ചിലപ്പം കൂടുതലെടുക്കും, പക്ഷേ എന്നാലും അത് ഹീലിങ്ങിന് സഹായിക്കും. അപ്പം ഇന്ന് നമ്മൾ കണ്ടത്, കേട്ടത്, പഠിച്ചത് എന്താണ്? ആവണക്ക് അല്ലേ. ഇതുവരെ നമ്മൾ വിചാരിച്ച് നമ്മൾ മുറ്റത്തുണ്ട് അല്ലെങ്കിൽ തൊടിയിലുണ്ട്, റോഡിലൊക്കെ പലപ്പോഴും നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് ഒരു ഉപകാരവും ഇല്ലാത്തൊരു ചെടി, വെറുതെ സ്ഥലം വേസ്റ്റ് ആക്കാൻ വേണ്ടി നിൽക്കുന്ന ചെടി അല്ല. അതിലും ഒരുപാട് ഔഷധ ഗുണമുണ്ട്. അതിൻ്റെ ഇലയിലും പൂവിലും കായിലും വേരിൽ പോലും ധാരാളം ഉപകാരങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നത് എന്തിനാ? അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനെ സ്നേഹിക്കാൻ പറ്റും. അതിനെ സ്നേഹിക്കാൻ പറ്റുമ്പോൾ എന്താണ്? നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആവണക്ക് കൊണ്ട് എന്തെല്ലാം മെഡിസിൻ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആവണക്ക് ഏതെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിക്കാം.
ആവണക്ക് വാതരോഗങ്ങൾക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നീര്, വേദന ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ ആവണക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് മലബന്ധമുള്ളവർക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ടും ഈ ആവണക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സ്ത്രീകൾക്ക് സാധാരണ ഉണ്ടാകുന്ന, കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് സ്ഥലങ്ങളിൽ നീര് അല്ലെങ്കിൽ വേദന, വിള്ളൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ആവണക്കിൻ്റെ കുരു, ആവണക്കിൻ്റെ വിത്ത്, കുരു അല്ലെങ്കിൽ വിത്ത് എന്ന് പറയും. ഈ ആവണക്കിൻ്റെ വിത്ത് നമ്മൾ പൊട്ടിച്ച് എടുക്കുന്നു. ആവണക്കിൻ്റെ വിത്ത് പൊട്ടിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ ഒരു കുറച്ച് മതി, കുറച്ച് വിത്ത് എന്ന് പറയുമ്പോൾ ഒരു 10 വിത്ത് നമ്മൾ ഉപയോഗിക്കാം. ഇങ്ങനെ ഈ 10 വിത്ത് നമ്മൾ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലെ ആ കഴമ്പ് മാത്രം എടുത്തിട്ട് അതിലേക്ക് അതൊരു പാത്രത്തിൽ നമ്മൾ എടുക്കുന്നു. അതിലേക്ക് നമ്മൾ പാലൊഴിക്കുന്നു. പാലൊഴിച്ചിട്ട് ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് ശരിക്കും ആ പാലങ്ങ് പറ്റി വരുമ്പോൾ, അതായത് പാല് പറ്റി തീരരുത്, പാല് പറ്റാറാകുമ്പോൾ നമ്മൾ വാങ്ങിയിട്ട് നന്നായിട്ട് ഇളക്കി ഒരു കല്ലിൽ വെച്ച് അരച്ച് ആ മരുന്ന് നമ്മൾ സ്ഥലങ്ങളിലിടുന്നു. ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയത്തേക്ക് നമ്മൾ ഇടേണ്ടതാണ്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ആ അസുഖം ഇട്ട് ഒരു പ്രാവശ്യമല്ല, ഒരു മാറുന്നിടം വരെ നമ്മളിടണം. അതായത് ഒരു 6-7 ദിവസം കഴിയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും മാറുന്നതാണ്. നമ്മളിനി കുരു പൊട്ടിച്ചെടുക്കാം. ചെറുതായിട്ട് ഈ കല്ലുകൊണ്ട് ഒന്ന് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വിത്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ്. ഇതാണ് അതിൻ്റെ ഉള്ളിലെ കാമ്പ്. ഇങ്ങനെ ഒരു 10 എണ്ണം നമ്മൾക്ക് പൊട്ടിച്ചെടുക്കാം. 10 എണ്ണം മതിയാവും. ഒരു ദിവസത്തേക്കുള്ള മരുന്നിന് 10 എണ്ണം മതിയാവും. ഇത് ചെറിയ അളവിൽ നമ്മൾ എടുത്താൽ മതി. ഒരു ദിവസത്തേക്കുള്ളതാണല്ലോ ഒരു ദിവസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ അളവിൽ നമ്മൾ എടുത്താൽ മതി. പൊട്ടിച്ച് വെച്ച കാമ്പ് ഒരു 5-6 എണ്ണം ഉണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ പാലൊഴിക്കുന്നു. പാലൊഴിച്ച് ഇത് വേകാൻ അടുപ്പയിലോട്ട് നമ്മൾ വേകാൻ വെച്ച് ഒരു ചീനിച്ചട്ടിയിൽ നമ്മൾ അടുപ്പയിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ പാല് പറ്റി തീരുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് അത് വാങ്ങി അരച്ച് എടുക്കുന്നു. ഇത് നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് മാതിരി നമ്മളെടുക്കുന്നു. അരച്ചതിന് ശേഷം അരച്ചുരുട്ടി ഏകദേശം ഒരു നെല്ലിക്ക വലുപ്പത്തിലുണ്ടെങ്കിൽ അത് ഏകദേശം ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അത് 2 സ്ഥലങ്ങളിലാണല്ലോ ഇത് പുരട്ടേണ്ടത്. അത് പുരട്ടാൻ മാത്രമുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് അരച്ചതിന് ശേഷം നീരുള്ള ഭാഗത്ത് ശരിക്കും പുരട്ടുക. അങ്ങനെ പുരട്ടി കഴിയുമ്പോൾ ഇത് ഒരു 6-7 ദിവസം പുരട്ടി കഴിയുമ്പോഴത്തേക്കും മാറും. പ്രത്യേകിച്ച് ആദ്യം ആ നീരും പനിയും നീരും ഒക്കെ അങ്ങോട്ട് കുറയും. അതിനുശേഷം മൊത്തം ആ വേദന മാറുന്നതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നടുവേദന, വയറുവേദന, അതുപോലെ തന്നെ നീര്, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ആവണക്കിൻ്റെ കുരു നമ്മൾ കണ്ടു. ആ കുരുവിൽ നിന്നെടുത്ത എണ്ണയാണിത്. ആവണക്കിൻ്റെ കുരുവിൽ നിന്നെടുത്ത എണ്ണയും പാലും ഇതാണ് ആ അസുഖത്തിനുള്ള മരുന്നിന് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ വയറുവേദന, നടുവേദന, അതുപോലെ തന്നെ നീര്, ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഈ 1 ഗ്ലാസ് പശുവിൻ പാൽ, നല്ല തിളപ്പിച്ച പശുവിൻ പാലെടുക്കുക.
ഒരു ഗ്ലാസ് നല്ല തിളപ്പിച്ച പശുവിൻ പാൽ. ഇതിലേക്ക് നമ്മൾ 15 മില്ലി ഇതിലേക്ക് നമ്മൾ ആവണക്കെണ്ണ എടുക്കുന്നു. അതൊരു 15 മില്ലി ആവണക്കെണ്ണ നമ്മൾ എടുക്കുന്നു. ഇതിലേക്ക് 15 മില്ലി ആവണക്കെണ്ണ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരടപ്പ് ആവണക്കെണ്ണ എടുത്താൽ മതി. പതിനഞ്ച് മില്ലി ആവണക്കെണ്ണ നമ്മളിതിലേക്ക് ഒഴിക്കുന്നു. സ്വല്പം കൂടി എടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മില്ലി ആയിട്ടുണ്ട്. ഈ 15 മില്ലി ആവണക്കെണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചാറിയ പാലാണല്ലോ, ഒന്ന് നന്നായിട്ട് വീഴാൻ അനുവദിക്കുക. അതിനുശേഷം ഇത് നമ്മൾ രാവിലെ കഴിക്കുക. ഇങ്ങനെ കഴിച്ച് ഒരു 3 ദിവസം കഴിക്കുക ആദ്യം. അത് കഴിഞ്ഞതിന് ശേഷം കുറയുന്നില്ല എങ്കിൽ ഒരു 5 ദിവസമാകട്ടെ, പിന്നെ ഒരു 7 ദിവസം, അങ്ങനെ അടുപ്പിച്ച് 7 ദിവസം വരെ നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ശരിക്കായിട്ടും വയറ്റിൽ നിന്ന് പോവുകയും നീരും വേദനയും നടുവേദനയും ഒക്കെ കുറഞ്ഞ് സൗഖ്യമാകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആവണക്കിൻ്റെ ഇല കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇല നമുക്ക് തിളപ്പിച്ച കഷായത്തിൽ കുളിക്കുകയാണെങ്കിൽ വേദന മാറുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. കൂടാതെ നമ്മൾ ഈ ഇല ഒന്ന് നന്നായിട്ട് വാട്ടിയതിന് ശേഷം സന്ധികളിലെ വേദനകൾക്ക്, അതായത് നമ്മുടെ കൈയുടെ സന്ധികളുണ്ട്, കാലിൻ്റെ സന്ധികളുണ്ട്, ഇങ്ങനെ ആ സന്ധികളിലെ വേദനകൾക്ക് നമ്മൾ ഈ ഇല, പ്രത്യേകിച്ച് സന്ധിവേദനയുള്ളവർക്ക് അറിയാം, ഒന്നും അനക്കാൻ പോലും പറ്റാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇല പറിച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഒരു അടുപ്പേൽ വെള്ളമോ അല്ലെ കഞ്ഞി വെച്ചിരിക്കുന്ന അടുപ്പാണെങ്കിൽ അതിലേക്ക് ഈ ഇല ഇങ്ങനെ അങ്ങ് വെക്കുക. ഇങ്ങനെ അങ്ങ് വെച്ച് കഴിയുമ്പം ഇത് നന്നായിട്ട് വാടി വരും. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മതി ഇത് വാടാനായിട്ട്. ഇപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ച് വാട്ടി എടുത്തു കൊണ്ടുവന്ന ഇലയാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് എവിടെയാണ് കയ്യിൽ എവിടെയാണ് കെട്ടണ്ടെങ്കിൽ നമ്മളിതിനെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുത്തിട്ട് നമ്മളുടെ പാകത്തിന് നമ്മൾ അതിനെ രണ്ട് മുറിയാക്കുന്നു. 2 മുറിയാക്കിയതിന് ശേഷം ഒരു വശത്തേക്ക് ഇങ്ങനെ, ഇപ്പോൾ കൈക്കാ കെട്ടുന്നെങ്കിൽ ഒരു വശത്ത് ഇങ്ങനെ നന്നായിട്ട് ഇല വെച്ച് കെട്ടുന്നു. ഇങ്ങനെ നമ്മൾ ചെയ്യണം. അതിന് ശേഷം ഒരു ഇലയും കൂടെ നമുക്ക് അതിൻ്റെ പുറത്തേക്ക് വെച്ച് കെട്ടാം. വീണ്ടും നമ്മൾ ഒന്നും കൂടി അതിനെ, അപ്പോൾ ഇതിൻ്റെ നീര് നമ്മുടെ കയ്യിലേക്ക് വലിയുകയാണ് ചെയ്യുന്നത്. ഇത് കെട്ടുമ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ നീര് ഈ വേദനയുള്ള ഭാഗത്തേക്ക് ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ചെറിയൊരു ചൂടും ഒരു സുഖമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് വേദനയുള്ളവർക്ക്. അപ്പം വേദനയുള്ളവർക്ക് അങ്ങനെ ഒരു സുഖവും ചൂടുമൊക്കെ അനുഭവപ്പെടും. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിതിനെ ബാൻഡേജ് കൊണ്ട് നന്നായിട്ട് ഒന്ന് മുറുക്കി കെട്ടി വെക്കുന്നു, പെട്ടെന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരു 2 ചുറ്റ് ചുറ്റിയതിന് ശേഷം 2 ചുറ്റ് മതി, 2-3 ചുറ്റ് മതി. നമ്മളിപ്പോൾ നമ്മൾ സന്ധ്യയിൽ വാട്ടിയ ഇല വെച്ച് നമ്മൾ കെട്ടുവാണല്ലോ. അപ്പോൾ ഈ തുണി എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റിയതിന് ശേഷം ഇതിനെ നടുവേ കീറിയിട്ട് ഇതിങ്ങനെ നമ്മൾ കെട്ടുന്നു. കെട്ടി അരമണിക്കൂർ സമയത്തേക്ക് നമ്മൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ് അരമണിക്കൂർ സമയത്തേക്ക് നമ്മളിത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ 3/4 മണിക്കൂർ സമയം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പം തന്നെ നമുക്കൊരു നല്ലൊരു ചൂടും, ഇതിൻ്റെ ഈ നീര് നമ്മുടെ ശരീരത്തേക്ക് വലിയാണ്. ഏത് സാധനവും ശരീരത്തിലേക്ക് വയ്ക്കുന്ന സ്പോഞ്ച് പോലെയാണല്ലോ നമ്മുടെ ശരീരം. അപ്പോൾ ശരീരത്തിലേക്ക് ഇതിങ്ങനെ വലിയാണ്. അപ്പോൾ അരമണിക്കൂർ സമയം അല്ലെങ്കിൽ 3/4 മണിക്കൂർ സമയം ഇങ്ങനെ കെട്ടി വയ്ക്കുക, ആ വേദന കുറയുന്നതാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒന്നും നമുക്ക് ഉപകാരമില്ലാത്തതല്ല. എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഉപകാരമുള്ളതാണ്. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നമ്മൾ നഷ്ടപ്പെടുത്താതെ എല്ലാറ്റിനെയും സൂക്ഷിച്ച് വയ്ക്കാനും ഉപയോഗിക്കാനും അത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും. ഇപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം വന്നു, നമ്മൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് കൊടുക്കാമല്ലോ.
അതിലൊരാൾ നമ്മുടെ അടുത്ത് ഫോൺ വിളിച്ച് ചോദിച്ചു ഇങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും എന്താ ചെയ്യാൻ പറ്റുക, അപ്പം നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പം അതാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് അതിലൂടെയൊക്കെയാണ്. കാരണം പ്രകൃതിയുടെ നിയമം അതാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ആരും നമുക്ക് വേണ്ടിയുള്ളതല്ല, പ്രകൃതിയിലുള്ളതൊന്നും അതിനു വേണ്ടി തന്നെയുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം ഇതിലൂടെ നമ്മൾ ഈ അറിവുകളിലൂടെ നമ്മൾ വളരുന്നു, നമ്മൾ അനേകരിലേക്ക് നമ്മൾ നന്മ പ്രകാശിപ്പിക്കുന്നു, നന്മ കൊടുക്കുന്നു. അതിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആത്യന്തികമായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക. ഇതൊക്കെ സ്വീകരിക്കുവാനും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ ധന്യമാക്കി തീർക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നീ തന്ന പൂവും തളിരിലയും തെളിനീരും ഇളം കാറ്റും ഞാൻ തന്നെയാണെന്നറിയുമ്പോൾ ഒരു മാത്ര കൂടി നിന്നിൽ അലിയുന്നു ഞാൻ.